എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പി എസ് സിയിൽ നമ്മൾ ഇനി തോൽവി അറിയാതെ പഠിക്കാം. അതായത് നമ്മൾ ഒരു ഭാഗം പഠിക്കുകയാണെങ്കിൽ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള നോട്ടുകൾ നമുക്ക് വേണം. അപ്പം ഏറ്റവും പുതുക്കിയ അപ്ഡേറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പി എസ് സി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്ഡേറ്റുകൾ ഇൻക്ലൂഡ് ആക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് പ്രോജക്ട് പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് വന്നിട്ടുണ്ട്, ഏതൊക്കെ ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് എന്നൊരു കാര്യം പ്രത്യേകിച്ച് പഠിക്കണം. ഇപ്പോൾ നമ്മുടെ പി എസ് സിയിൽ താഴേക്കിട തൊട്ട് ഏറ്റവും മേലേക്കിട വരെ പോകുമ്പോഴത്തേക്ക് ഏകദേശം സിലബസുകൾ സെയിം ആണ്. അപൂർവം ചില എക്സാമിന് മാത്രമാണ് ഈ ചില ഭാഗങ്ങൾ മാത്രം ഒഴിവാക്കപ്പെടുന്നത്. ഒരു 90% സിലബസ് സെയിം ആണ് നോർമൽ മത്സര പരീക്ഷകളിൽ. അപ്പോൾ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ഒന്നാമത്തെ അധ്യായമായ നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഞാൻ ഒരു ക്ലാസ് ചെയ്തായിരുന്നു. അതിന്റെ പ്ലേലിസ്റ്റ് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇങ്ങനെ കുറച്ച് വിപ്ലവങ്ങളും 2 വേൾഡ് വാറും കുറച്ച് സംഘടനയും പഠിച്ചു കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററി തീരെയാണ്. അത് നമ്മൾ ഇരുത്തി വീണ്ടും വായിക്കണം. പി എസ് സിയിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ടോപ്പിക്ക് നമുക്ക് പിന്നെ എടുത്ത് നോക്കാതെ തന്നെ പറയാൻ പറ്റൂ എന്നുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനഃപ്പാടമാക്കുന്നതും മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുന്നത് തമ്മിൽ 2 വ്യത്യാസമാണ്. മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ മറന്നു പോകും. എന്നാൽ മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ രണ്ടും, ഈ മനസ്സിലാക്കി പഠിക്കുകയും വേണം, മനഃപ്പാടമാക്കുകയും വേണം, രണ്ടും വേണം. ഓക്കെ, അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. എല്ലാവർക്കും ഒന്നും ഒരേ കണക്ക് തലയിൽ സ്റ്റോർ ആവില്ല. റിപ്പീറ്റ് വായിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് സ്റ്റോർ ആവാൻ പറ്റും. ഇനി ഇത് മറന്നു പോകുന്നത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ ഓപ്ഷൻ ഇനി തിരഞ്ഞെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഫസ്റ്റ് നമുക്കറിയാം അമേരിക്കൻ നോക്കിക്കഴിഞ്ഞാൽ 2 ഇതായിട്ടാണ് അല്ലെ. തെക്കേ അമേരിക്ക ഉണ്ട്, വടക്കേ അമേരിക്ക ഉണ്ട്. വടക്കേ അമേരിക്കയിൽ പണ്ട് തൊട്ടേ ഈ യൂറോപ്യൻ ജനത കുടിയേറി പാർത്തുകൊണ്ടിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മെയിനായിട്ട് അവിടുത്തെ കോളനി വൽക്കരണം വരുന്ന അവരുടെ ലക്ഷ്യം. കോളനി വൽക്കരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളെ അടക്കി മറ്റൊരു ജനത വന്ന് അവിടെ അങ്ങ് കൈയടക്കുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, അതിനുശേഷം അവരെ ചൂഷണം ചെയ്യും, നികുതിയൊക്കെ വാങ്ങിച്ച് അവരിൽ നിന്ന് ആദായം പറ്റാൻ വേണ്ടി തുടങ്ങും. അതിന്റെ ഭാഗമായിട്ട് ഇവർ ചെറുത്തു നിൽപ്പുകൾ വരും. അതിനെയാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ബേസ് ചോദ്യം, അതൊന്നും ചോദിക്കാൻ പോണില്ല, സ്കൂൾ ടെസ്റ്റിലുള്ളതാണ്. അപ്പൊ യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് 16-ാം നൂറ്റാണ്ടിൽ കുടിയേറ്റങ്ങൾ നടന്നിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവിനെ ഭയന്നുകൊണ്ട് 1620 ജെയിംസ് രാജാവ് ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റുകാരനായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ഭയന്നുകൊണ്ട് കത്തോലിക്ക മഹാസഭയിലുള്ള, അതായത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിൽ നിന്ന് നേരെ എന്ത് ചെയ്തു, അമേരിക്കയിലേക്ക് 1620 കുടിയേറി പാർത്തു. അമേരിക്കയിലെ ഏത് ഭാഗത്താണ്? ഈസ്റ്റ് ഭാഗത്താണ്, കിഴക്കൻ ചരിവ്, അത് ഇമ്പോർട്ടന്റ് ആണ്. കിഴക്ക് ഭാഗത്താണ് അവർ വന്നത്. പുതിയ പോയിന്റ് ആണ്, അപ്ഡേറ്റ് ആണ്. ഓക്കെ, അപ്പം ഈസ്റ്റ് ഭാഗത്താണ് അവർ വന്നത്, കിഴക്ക് ഭാഗത്താണ് വന്നത്. അവർ വന്നത് ഒരു കപ്പലിലായിരുന്നു. കപ്പലിന്റെ പേരാണ് മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പൽ. ഈ വന്നവരെല്ലാം വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ തീർത്ഥാടക പിതാക്കന്മാരെന്നാണ്. അവരുടെ ഇംഗ്ലീഷാണ് പിൽഗ്രിം ഫാദേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ നമ്മൾ ആദ്യമേ പഠിക്കുന്നത് 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറ്റങ്ങൾ നടന്നുകൊണ്ടിരുന്നു. മെയിനായിട്ട് അവിടെ ചൂഷണം ചെയ്യുക എന്ന് തന്നെയാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ ഇവര് വടക്കേ അമേരിക്കയിലോട്ടൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം 1620 ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവിനെ ഭയന്നുകൊണ്ട് അവിടെ ഉള്ള ജനത, കത്തോലിക്ക മതവിഭാഗക്കാർ ഒരു 1620 ഒരു കപ്പൽ കയറിയ, കപ്പലിന്റെ പേരെന്താണ്? മെയ് ഫ്ലവർ. ഈ കപ്പലിൽ കയറി തീർത്ഥാടക പിതാക്കന്മാർ എന്നായിരുന്നു അവനെ അറിയപ്പെടുന്നത്. അവരെങ്ങോട്ട് പോയി? അമേരിക്കയുടെ കിഴക്കൻ തീരത്തേക്ക് ചെന്ന് ഇറങ്ങി. ഓക്കെ, അതിനുശേഷം അമേരിക്കയിൽ രൂപപ്പെട്ട 13 കോളനികളെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. 13 കോളനികൾ പിന്നെ ഈ ഇംഗ്ലീഷ് ജനത പോയി അവിടെ അടക്കി ഭരിക്കുകയും 13 കോളനികളായിട്ട് അവിടെ പ്രധാനമായിട്ടും വിഭജിക്കുകയും അവരുടെ മേൽ നിരന്തരം നികുതി അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നതിൽ ഇടപെട്ട് അവർ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അവർക്ക് തന്നെ നികുതി സ്വന്തമായിട്ട്. നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന വിലയിടത്തിൽ കപ്പം വേറെ ഗവൺമെന്റിന് അല്ലാതെ പുറത്തിറാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമാണോ? അപ്പൊ അവിടെ എന്താണ്, അവർ കോളനി വൽക്കരണം നടത്തി. അപ്പൊ ഇത് മൊത്തം 13 കോളനികളുണ്ട്. ഈ 13 കോളനികളെ പൊതുവെ പിള്ളേരും പഠിക്കാറില്ല. ഇതിൽ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഈ ജോർജിയ എന്നുള്ളതാണ്. അതൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കിനി പഠിക്കാം. കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ 13 കോളനികൾ പഠിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് 2-3 കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഫുട്ബോൾ കളി അടക്കല്ലേ, ഫുട്ബോളിൽ എല്ലാവർക്കും ഫേവറേറ്റ് ബ്രസീൽ എല്ലാം ഉണ്ട്, എങ്കിലും അർജന്റീന തന്നെയല്ലേ, മെസ്സിയുടെ അർജന്റീന. ഓക്കെ, അപ്പം നമ്മൾ കരോളിനൊക്കെ പോകൂലേ ക്രിസ്മസ് ടൈമിൽ? കരോളിനൊക്കെ പോകുമ്പോൾ ജേഴ്സി കിട്ടുണ്ടല്ലേ പോകുന്നത്. അപ്പൊ അർജന്റീന ജേഴ്സിയാണ് നമ്മൾ ഇട്ടിരുന്നതെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പൊ കരോളിന് നമ്മൾ പോകുമ്പോൾ അർജന്റീന ജേഴ്സിയാണ് ഇടുന്നത്. ജേഴ്സി എങ്ങനെയാണ്? നമ്മൾ പുതിയ പുതിയ കൈകളിലേക്ക് ഇങ്ങനെ വിതരണം ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇടാൻ വേണ്ടി. അപ്പൊ ന്യൂ ഹാൻഡ് ഷെയർ, പുതിയ കരങ്ങളിലേക്ക് ജേഴ്സി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് ന്യൂ ഹാൻഡ് ഷെയർ. അതെന്ന് പറയുമ്പോൾ ആ ഒരു കോളനിയുടെ പേര് നമുക്ക് എങ്ങനെ പഠിക്കാം? പുതിയ കരം, ന്യൂ ഹാമ്പ് ഷെയർ ചെയ്യുന്നു. ന്യൂ ഹാമ്പ് ഷെയർ ഒരു കോളനി നമ്മൾ പഠിച്ചേ. ഇനി അടുത്തത് റോസ് ഐലൻഡ്.
നേരെ അവർ കരോളിന് പോകുന്ന ആദ്യത്തെ ആൾക്കാർ എങ്ങോട്ട് പോകും? റോസ് ഐലൻഡ്. റോസ് ഐലൻഡ് ഒരു ഐലൻഡിലേക്ക് പോകും. അവിടെ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്താണ് പോകുന്നു. അപ്പം റോസ് ഐലൻഡിലേക്ക് പോകുന്നു. അത് പഠിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. റോസ് ഐലൻഡ്. പിന്നെ അവർ പുതിയ ജേഴ്സി അല്ലേ, ന്യൂ ജേഴ്സിയാണ് ഇട്ടേക്കുന്നത്. ന്യൂ ജേഴ്സിയാണ് ഇട്ടേക്കുന്നത്. ഇട്ടേക്കുന്നത് ആരെയാണ്? അർജന്റീനയുടെയാണ്. അപ്പൊ എന്താണ്? അർജന്റീന വെർജീനിയ. അർജന്റീന വെർജീനിയ കണക്ട് ചെയ്ത് പഠിച്ചൂടെ? ഇനി അവര് കരോളിനല്ലേ പോകുന്നത്. അവര് തെക്കും വടക്കുമായിട്ടാണ് പോകുന്നത്. ഒരാൾ അങ്ങോട്ട് പോകും, റോസ് ഐലൻഡിലോട്ട് പോകും. വേറൊരാൾ ഇങ്ങോട്ട് പോകും, ജോർജിയയിലോട്ട് പോകും. ജോർജിയയിലോട്ട്. ഓക്കെ, അങ്ങനെ പഠിക്കണ്ട. ജോർജിയയിലോട്ടൊന്നും പഠിക്കണ്ട. ന്യൂയോർക്കിലോട്ട് പോകുന്നു പഠിച്ചത്. കാരണം ജോർജിയ ഇതിൽ നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട്. എന്താണ് ഇതിൽ പങ്കെടുക്കാത്ത രാജ്യം എന്ന് നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ ജോർജിയ എന്തായാലും ഈ ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് പഠിച്ചിരിക്കാൻ പറ്റും. നമ്മൾ അങ്ങനെയൊക്കെയാണ് ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പം ന്യൂയോർക്കിലോട്ട് പോകും. അപ്പോൾ ഒരാൾ തെക്കും വടക്കുമായിട്ട് പോയി. ഒരു സൈഡിലോട്ട് റോസ് ഐസ്ലൻഡിലോട്ടും പോയി. മറ്റു ആൾക്കാർ എങ്ങോട്ട് പോയി? തെക്കും വടക്കുമായിട്ട്. തെക്കും വടക്കും. അപ്പൊ എന്താണ്? നോർത്ത് കരോലിന, സൗത്ത് കരോലിന. തെക്കും വടക്കുമായിട്ട് കരോലിന് പോയി. എങ്ങോട്ടൊക്കെ പോയി? റോസ് ഐലൻഡിലോട്ടും പോയി. പിന്നെ അവിടെ പോയി? ന്യൂയോർക്കിലോട്ടും പോയി. ജോർജിയ പഠിക്കാൻ പാടില്ലേ? നമ്മൾ പറഞ്ഞു കരോലിനാണ് പോകുന്നത്. കരോലിന് പോയപ്പോൾ എന്താണ്? അവർ അർജന്റീനയുടെ ജേഴ്സി എടുത്തു. അപ്പൊ എങ്ങനെയാണ്? ഫസ്റ്റ് ജേഴ്സി അർജന്റീന വെർജീനിയ, ജേഴ്സി ന്യൂ ജേഴ്സി. തെക്കും വടക്കും പോയി. നോർത്ത് കരോലിന, സൗത്ത് കരോലിന. അങ്ങോട്ട് പോയത് എവിടെ? റോസ് ഐലൻഡിലോട്ട്. എങ്ങനെയാണ് പോയത്? ജേഴ്സി ഇങ്ങനെ പുതിയ പുതിയ കരങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് പോയി. ന്യൂ ഹാൻഡ് ഷെയർ, ന്യൂ ഹാമ്പ് ഷെയർ കിട്ടും. ശരിയല്ലേ? അപ്പം ഇനി വടക്കോട്ട് പോയത് എങ്ങോട്ടാണ് പോയത്? ന്യൂയോർക്കിലോട്ടാണ് പോയത്. ഇത്രയും കിട്ടി. സിമ്പിൾ അല്ലേ? ഇനി ഇങ്ങനെ പോയപ്പം ഇവർ ജേഴ്സി ഇട്ടുണ്ടല്ലേ പോയപ്പം ജേഴ്സിയിൽ കാര്യം പറയും. മെസ്സി ഭയങ്കര ഗോളടി വീരനല്ലേ. അപ്പം മറ്റു സെറ്റായിട്ട് ഗോൾ അടിക്കുന്നുണ്ട്. സെറ്റായിട്ട് ഗോൾ അടിക്കുന്നു. എന്താണ്? മസാച്യൂസെറ്റ്സ് ഒരു കോളനിയിൽ വരും. സെറ്റായിട്ട് ഗോൾ അടിക്കുന്നുണ്ട്. എങ്ങനെ അടിക്കുന്നത്? കണക്ട് ചെയ്ത് കട്ടടിച്ചാണ് ഗോൾ അടിക്കുന്നത്. കണക്ട് ചെയ്തല്ലേ ഫുട്ബോളിൽ കട്ട് ചെയ്ത് പോകുന്നത്. കണക്ട് ചെയ്ത് ഗോൾ അടിക്കും. അപ്പൊ കണക്ട് കട്ട് എന്ന് പറയുന്നത് ഒരു കോളനിയാണ്. ഇനി ഒരു ദയയില്ലാതെയാണ് മെസ്സി ഗോൾ അടിക്കുന്നത്. ഇന്നലെ തന്നെ ഇംഗ്ലണ്ടിനെതിരെ ഗോൾ അടിച്ച് ജയിപ്പിച്ച് അവസാനത്തെ നിമിഷമാണ് അല്ലെ, അസിസ്റ്റ് ചെയ്ത് ജയിപ്പിച്ച്. കണക്ട് ചെയ്ത് ഗോൾ അടിക്കുന്നു. ഒരു ദയയില്ല. അപ്പൊ എന്താണ്? ദലാവയർ. ഒരു ദയയില്ല, ദലാവയർ. ഓക്കെ, ഇനി ഇത് ഈ കളിയൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തായാലും മെസ്സിക്ക് ഫാൻ ഉണ്ടാവും. ഫാനിന്റെ പേര് മേരിയാണ്. മേരി എന്ത് ചെയ്യുന്നു? പെൻസിൽ സ്കെച്ച് വരയ്ക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഷോ ചെയ്യുന്നുണ്ട് അല്ലേ, ഇങ്ങനെ മെസ്സിയുടെ പടം ഷോ ചെയ്യുന്നു. അപ്പൊ മേരിലാൻഡ് പെൻസിൽ സ്കെച്ച്. അപ്പൊ മേരിലാൻഡ് പെൻസിൽ സ്കെച്ച്. അപ്പൊ പെൻസിൽ വാനിയ. ഇത്രയും കിട്ടും. സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? ഒന്നുകൊണ്ട് റിപ്പീറ്റ് അടിച്ച് പഠിച്ചാൽ പിന്നെ നിങ്ങൾ മറക്കത്തില്ല. എന്തായാലും നമ്മൾ കരോളിന് പോകും. റിസസ് ടൈമിൽ തെക്കും വടക്കുമായിട്ട് കരോളിന് പോകുന്നു. അപ്പൊ നോർത്ത് കരോലിന, സൗത്ത് കരോലിന. തെക്കോട്ട് ഒരു സൈഡിലോട്ട് പോകുന്ന റോസ് ഐലൻഡ്. ഓക്കെ, അങ്ങോട്ടാണ് പോകുന്നത്. മറ്റേ ആൾക്കാർ ന്യൂയോർക്കിലോട്ടാണ് പോകുന്നത്. ജോർജിയ പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇത് അല്ലാതെ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പോകുമ്പോൾ ഒരു ജേഴ്സി ഇങ്ങനെ അർജന്റീനയുടെ ജേഴ്സിയാണ്, ന്യൂ ജേഴ്സി അർജന്റീന വെർജീനിയ. പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ന്യൂ ഹാൻഡ് ഷെയർ ചെയ്താണ് പോകുന്നത്. പുതിയ കരങ്ങളിലേക്ക് കൊടുത്താണ് പോകുന്നത്. ന്യൂ ഹാൻഡ് ഷെയർ. അപ്പൊ ന്യൂ ഹാംസ് ഷെയർ. അത്രയാകുമ്പോൾ ഇവിടെ തീർന്നു. ഇനി മെസ്സിയുടെ കാര്യമാണ് പറയുന്നത്. മെസ്സി സെറ്റായിട്ട് ഗോൾ അടിക്കുന്നു. മസാച്യൂസെറ്റ് കണക്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണും ഗോൾ അടിക്കുന്നത്. കണക്ട് കട്ട്. പിന്നെന്താണ്? ഒരു ദയം കാണൂല. അപ്പൊ ദലാവയർ. മേരി അദ്ദേഹത്തിന്റെ പെൻസിൽ സ്കെച്ച് അടിക്കുന്നു. മേരിലാൻഡ് പെൻസിൽ വാനിയ. ഇത്രേ ഉള്ളൂ, സംഭവം തീർന്നു. ഓക്കെ, ഇനി ഇത് അപ്പൊ ഈ 13 കോളനിക്ക് മേല് ഇംഗ്ലീഷ് ജനത ചുമത്തിയ നികുതികളുടെ പേരാണ്. ഒന്ന് ടി ആക്ട്. അത് 1773 ടി ആക്ട് 773. റെഗുലേറ്റിംഗ് ആക്ട് വന്ന വർഷമാണ് 773. അന്ന് തന്നെ ടി ആക്ട് കൊണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, പിന്നെ ഷുഗർ ആക്ട്, അതേപോലെ പഞ്ചസാര നികുതി അല്ലെങ്കിൽ കറൻസി നിയമം, ഇതൊക്കെ കൊണ്ടുവന്ന 764 കേട്ടോ. 764. തൊട്ടടുത്ത വർഷം അവർ കൊണ്ടുവന്ന സ്റ്റാമ്പ് ആക്ട് ആണ്. കറൻസി നിയമം, ഷുഗർ ആക്ട്, സ്റ്റാമ്പ് ആക്ട് 765. ഇനി 767 ടൗൺഷെന്റ് നിയമം കൊണ്ടുവന്നു. ടൗൺഷെന്റ് നിയമം എന്ന് പറഞ്ഞാൽ ഈ തേയില, കടലാസ്, ഗ്ലാസ് തുടങ്ങിയ വസ്തുക്കൾക്ക് പ്രത്യേക നികുതിയാണ് ടൗൺഷെന്റ് നിയമത്തിൽ വരുന്നത്. 13 കോളനികളുടെ പേര് പഠിച്ചാൽ അതിനുമേൽ ചുമത്തിയ നികുതികൾ പഠിക്കണം. ആദ്യം പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ആലോചിച്ച് കഴിഞ്ഞാൽ 1773 കിട്ടും. ആ വർഷമാണ് അവർ എന്ത് കൊണ്ടുവന്നത്? ടി ആക്ട് കൊണ്ടുവന്നത്. അവർ മെയിനായിട്ട് എന്താണ്? ടി, ചായ നിയമം അല്ലെങ്കിൽ തേയില നിയമം എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. ഓക്കെ, ടി ആക്ട്. ഓക്കെ, പിന്നെ ഉള്ള എന്താണ്? ഷുഗർ അല്ലേ, ഷുഗർ, അതുപോലെ കറൻസി. പഞ്ചസാരയ്ക്ക് തീ പിടിച്ച വില എന്ന് പറയും. ഇപ്പൊ ഷുഗറും കറൻസി കണക്ട് ചെയ്യാം. 1773 ഫസ്റ്റ് ടി ആക്ട്. പിന്നെ ഷുഗറും കറൻസിയും 1764 പഠിക്കാം. തൊട്ടടുത്ത 765 സ്റ്റാമ്പ് ആക്ട്. 767 ടൗൺഷെന്റ് നിയമം, അതായത് തേയില, ഗ്ലാസ്, കടലാസ്, ഇതിനൊക്കെ ഉള്ള നിയമം. ഇതെല്ലാം നികുതികളാണ്.
ഓക്കെ, ഇനി ഇതിൽ പഠിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൽ ഉയർന്നു കേട്ട പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ഉദ്ധരണിയാണ് മുദ്രാവാക്യം എന്ന് പറയാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇത് പറഞ്ഞ ആള് ജെയിംസ് ഓട്ടിസ് ആണ്. JO എന്നേ എഴുതിയിട്ടുള്ളൂ. ജെയിംസ് ഓട്ടിസ്. നിങ്ങളുടെ പേര് പഠിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത്. ഓക്കെ, ഇനി തോമസ് പെയിൻ എന്ന് പറയുന്ന എഴുത്തുകാരുണ്ട്. തോമസ് പെയിൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ലഘുലേഖനം ഉണ്ട്, അതിന്റെ പേരാണ് കോമൺ സെൻസ്. തോമസ് പെയിൻ എഴുതിയതാണ് കോമൺ സെൻസ്. ഇനി ബോസ്റ്റൺ ടീ പാർട്ടി എന്താണ്? തേയിലയുടെ മേലൊക്കെ ഭയങ്കര നികുതിയൊക്കെ ആയപ്പോഴത്തേക്ക് ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജനതകൾ ബോസ്റ്റൺ എന്ന് പറയുന്ന തുറമുഖത്ത്, അവിടെ ഉണ്ടായിരുന്ന തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷിന്റെ ചരക്ക് കപ്പലിൽ നിറച്ച് തേയിലപ്പെട്ടിയായിരുന്നു. അപ്പൊ ഈ തേയില ഉൾപ്പെടുന്ന തേയിലപ്പെട്ടി എടുത്ത് കടലിലോട്ട് വലിച്ചെറിഞ്ഞു. അങ്ങനെ നമ്മളെ ഇങ്ങനെ തേക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ തേയില മൊത്തം എടുത്ത് വലിച്ചെറിഞ്ഞു. 342 തേയിലപ്പെട്ടിയാണ് വലിച്ചെറിഞ്ഞ ഡേറ്റ് പഠിച്ചോണം 1773. ആൾറെഡി ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഡിസംബർ 16 കൂടെ പഠിച്ചത്. ഡിസംബർ കണക്ട് ചെയ്യാം. നമ്മൾ ഇതിലാണ് ഡിസംബറിലാണ് ക്രിസ്മസ് പറയുന്നത്. പിന്നെ നിങ്ങൾ 16 മാത്രം ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളു. അതും വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. നമ്മൾ ഇത്രയും പഠിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അത് പഠിച്ചൂടെ? 342 പിന്നെന്താണ് 16, 342, 4 2 കൂടെ ചേർത്ത് എത്രയാണ്? 6 അല്ലേ? അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പോകില്ലല്ലോ. സിമ്പിൾ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഇനി ഒന്നും കൂടെ പറഞ്ഞ് വീഡിയോ കൂട്ടാൻ എനിക്ക് ഇഷ്ടമല്ല, ദീർഘിപ്പിക്കുന്നത്. നിങ്ങൾ ഇത്രയും ഒന്ന് റിവൈൻഡ് അടിച്ച് കണ്ടിട്ട് വീണ്ടും അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. ഫസ്റ്റ് ഇതിൽ പഠിക്കേണ്ടത് മെർക്കന്റിലിസം ആണ്. മെർക്കന്റിലിസം എന്ന പദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റിലോട്ട് കണക്ട് ചെയ്യണം. മെർക്കന്റിലിസം, മെർക്കന്റിലിസം മാർക്കറ്റാണ്. അതായത് ഈ ഇംഗ്ലീഷ് ജനത 13 കോളനികളുടെ മേല് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് മെർക്കന്റിലിസം കൊണ്ട് വ്യക്തമാക്കുന്നത്. അതായത് മാർക്കറ്റാക്കി കണക്കാക്കി. അതായത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിലും ഇവിടേക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിലും എന്ത് ചെയ്താലും അവിടെ ഉള്ളവർക്ക് ആർക്കായാലും എന്ത് ചെയ്താലും അവിടെ ഉള്ള അമേരിക്കക്കാർ തന്നെ പൈസ കൊടുക്കണം. ഇംഗ്ലണ്ടിന് ചുമ്മാ കൈ നനയാതെ മീൻ പിടിക്കണം. അതാണ് പരിപാടി. എന്നാൽ പൈസ കിട്ടുകയും വേണം. ഓക്കെ, ഇങ്ങനെ അപ്പൊ ഈ കോളനികളെ കമ്പോള കേന്ദ്രമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യമായിരുന്നു മെർക്കന്റിലിസം എന്നൊരു നിയമം കൊണ്ട് അവർ ലക്ഷ്യമിട്ടിരുന്നത്. മെർക്കന്റ് മാർക്കറ്റ്, അത് ആലോചിച്ചാൽ മതി. എന്തൊക്കെയാണ് ഇതിലുള്ള നിയമം? ഒന്ന്, കപ്പലുകൾ. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിലും ഒന്നി ഇംഗ്ലീഷ് കപ്പലിൽ, അല്ലെങ്കിൽ കോളനിയിൽ നിർമ്മിച്ച കപ്പലാണെങ്കിൽ അതിനുള്ള ചെലവും കോളനിക്കാർ തന്നെ നോക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ടാക്സും കോളനിക്കാർ തന്നെ കൊടുക്കണം. എല്ലാം അവർ തന്നെ ചെയ്യണം. അതിന്റെ അധീനതയെ ആർക്ക് തന്നെ? ഇംഗ്ലീഷുകാർക്ക് തന്നെ. അപ്പം കപ്പൽ അവർ നിയന്ത്രണം പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ലാഭവും ആർക്ക് തന്നെ കിട്ടും? മെയിനായിട്ടുള്ള മേജർ ലാഭങ്ങൾ ആർക്ക് തന്നെ കിട്ടും? അതായത് 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ച് 200 രൂപയ്ക്ക് വിൽക്കുകയാണ്. 100 രൂപ ലാഭം. അതിൽ 99 രൂപ അവരെടുക്കും. 1 രൂപ അവർക്ക് കൊടുക്കുള്ളൂ. ആ ഒരു അവസ്ഥ. ഓക്കെ, ഇനി അടുത്ത സ്റ്റാമ്പ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണമെങ്കിലും എന്തൊക്കെ ചെയ്യണമെങ്കിലും വല്ല ലൈസൻസ് എടുക്കുകയാണെങ്കിലും എന്തെങ്കിലും രേഖകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലെല്ലാം ഇംഗ്ലീഷ് സ്റ്റാമ്പ് പതിപ്പിക്കണം. സ്റ്റാമ്പ് ആക്ട് 1765 നമ്മൾ പഠിച്ചതാണ്. ഷുഗർ, കമ്പിളി, പരുത്തി, ടൊബാക്കോ ഇതൊക്കെ ഇങ്ങോട്ട് മാത്രമേ കയറ്റി അയക്കാവൂ. ഇംഗ്ലണ്ടിലോട്ടേ കയറ്റി അയക്കാവൂ. കയറ്റി അയക്കണേനും പൈസ ഇങ്ങോട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, ഷുഗർ ആക്ട് 1763 നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിൽ ഷുഗർ ഉണ്ട്, പഞ്ചസാര, കമ്പിളി, പരുത്തി, പിന്നെ ടൊബാക്കോ, പുകയില, ഇതെല്ലാം ഇംഗ്ലണ്ടിലോട്ടേ കയറ്റി അയക്കാൻ പറ്റും. പിന്നെ അവിടെ ഇംഗ്ലണ്ടിന്റെ സൈന്യം കോളനിയിൽ കാണും. അവർക്കുള്ള താമസ സ്ഥലവും ഭക്ഷണവും പിന്നെ ശമ്പളവും എല്ലാം കോളനിക്കാർ തന്നെ കൊടുക്കണം. അവർക്ക് സംരക്ഷണം എന്നാണ് പറയുന്നത് കേട്ടാ. ഇല്ല, അതിന് എന്തെന്ന് പറയാം? ചന്തപ്പിരിവ് എന്നൊക്കെ പറയൂലേ, അതേപോലെയൊക്കെ പറയാം. കബലച്ചട്ടമ്പി എന്നൊക്കെ പറയൂലേ, ആ ഒരു സിസ്റ്റം അനുമാനിക്കാം. വേജസ് അവർ തന്നെ കൊടുക്കണം. പിന്നെ ടൗൺഷെന്റ് നിയമം ഉണ്ടായിരുന്നു. അതായത് ഏതൊക്കെയാണ്? തേയില, ഗ്ലാസ്, കടലാസ്, ഇതിനൊക്കെ ഇറക്കുമതി ചുങ്കം അനുവദിക്കണം. അതായത് ഇതൊക്കെ ഇറക്കി കൊടുക്കണതിന് എക്സ്ട്രാ ടാക്സ് കൊടുക്കണം. ആ ഒരു അവസ്ഥയാണ്. എന്നാൽ ഈ ഷുഗർ, കമ്പിളി, പരുത്തി ഇതൊക്കെ ഇംഗ്ലണ്ടിലോട്ട് കയറ്റി അയക്കുന്നതിന് ടാക്സ് ആർക്ക് കൊടുക്കണം? ഇംഗ്ലണ്ടുകാർക്ക് കൊടുക്കണം. ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് വന്നാലും നമുക്ക് ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഈ ഇംഗ്ലീഷുകാരുടെ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെ യവന്മാർ ഈ നിയന്ത്രണങ്ങൾ മൊത്തം മാറ്റണം. യവന്മാരൊക്കെ എല്ലാം അടിച്ച് കളഞ്ഞിട്ട് അമേരിക്കക്കാർക്കായിട്ട് വേണം എന്നൊരു ആവശ്യമായിട്ടാണ് കോണ്ടിനെന്റൽ സമ്മേളനം രൂപീകരിച്ചത്. കോണ്ടിനെന്റൽ സമ്മേളനം അല്ലെങ്കിൽ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് 2 വർഷമായിട്ടാണ് നടന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും 1774 775 രണ്ടും എവിടെ തന്നെ?
ഫിലാഡൽഫിയയിൽ തന്നെ രണ്ടും നടന്നത്. ഒന്നാമത്തെ സമ്മേളനത്തിൽ ഫിലാഡൽഫിയയിൽ നടന്നപ്പോൾ ഒരൊറ്റ കോളനി, 13 കോളനിയിൽ ഒരൊറ്റ കോളനി പങ്കെടുത്തില്ല. അതാണ് ഞാൻ നേരത്തെ പഠിക്കേണ്ടെന്ന് പറഞ്ഞത്. ജോർജിയ, നമ്മളിവിടെ പഠിക്കുന്നോണ്ട് പിന്നെ മറക്കൂല, ജോർജിയ. അപ്പൊ ഈ ഒന്നാമത്തെ കോൺഗ്രസിൽ ഒരു പ്രമേയം പാസ്സാക്കിയപ്പെട്ടു. അതായിരുന്നു ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ആൻഡ് ഗ്രീവിയൻസ്. അതായത് ഈ പരാതികളുടെയും അവകാശങ്ങൾക്ക് സംരക്ഷണത്തിനും ഒക്കെ വേണ്ടിയിട്ട് അവർ പാസ്സാക്കിയതാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്, അവകാശങ്ങളുടെയും ഗ്രീവിയൻസസ്, അതായത് പരാതികളുടെയൊക്കെ ഒരു പ്രമേയം പാസ്സാക്കി. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് നടക്കണമെന്ന് രാജാവിനെയും സർക്കാരിനെയും അറിയിക്കാൻ വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കി. ഇംഗ്ലണ്ടുകാർ പക്ഷെ അതൊന്നും ഔട്ടാക്കിയില്ല, നേരെ വലിച്ചേറി കളയാൻ പറഞ്ഞിട്ട് സൈന്യത്തിനെ അയച്ച് വീണ്ടും അക്രമം തുടങ്ങി. അടിച്ച മൃഗന്മാർ കോൺഗ്രസ് പിടിക്കണം എന്ന് പറഞ്ഞാൽ അടിച്ച് ഓടിക്കാൻ പറഞ്ഞു. പ്രശ്നങ്ങളായി. അപ്പം നിരന്തരം യുദ്ധവും പ്രശ്നങ്ങളും തന്നെ. അപ്പം പിന്നെ അടുത്ത വർഷം അവർ ഫിലാഡൽഫിയയിൽ പുതിയൊരു യോഗം കൂടി. അതാണ് രണ്ടാം കോർഡിനേഷൻ സമ്മേളനം. അതിലാണ് ജോർജ് വാഷിങ്ടൺ എന്ന വ്യക്തി വരുന്നത്. അമേരിക്കൻ ഐക്യനാടുകളുടെ പിതാവ്, അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ജോർജ് വാഷിങ്ടൺ വരുന്നു. അദ്ദേഹം വരികയും പിന്നെ തുടർന്ന് അങ്ങോട്ട് അവർ സമർപ്പിച്ച ഒരു നിവേദനമാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ ഈ 775 ജൂലൈ 8 കോൺഗ്രസ് അവതരിപ്പിക്കുക. അതും എന്ത് ചെയ്തു? അവർ അംഗീകരിച്ചില്ല, തിരസ്കരിച്ചു കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് യുദ്ധം തന്നെ. അങ്ങനെ ഈ ജോർജ് വാഷിങ്ടണും ഇംഗ്ലീഷ് സേനാനായകനായ ചാൾസ് കോൺവാലീസും തമ്മിൽ യുദ്ധം നടന്നു. അതിൽ വിജയിച്ചത് ജോർജ് വാഷിങ്ടൺ തന്നെയാണ് വിജയിച്ചത്. അങ്ങനെ ജോർജ് വാഷിങ്ടണിന്റെ ഈ വിജയം 1781 അതേ തുടർന്ന് പ്രശ്നങ്ങളൊക്കെ പിന്നെ ഇംഗ്ലണ്ടിനെ അനുവദിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും അമേരിക്കക്കാർ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4 തയ്യാറാക്കുകയും ചെയ്തു. അത് തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഇത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ ഒരു കരട് രൂപമൊക്കെ അവർ തയ്യാറാക്കി. അപ്പൊ അതിന് സഹായിച്ച ഒരു വ്യക്തികളുണ്ട്, ജോൺ ആദംസ്. അതൊന്ന് ഓർത്തിരിക്കുക. ഈ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ തയ്യാറാക്കിയ ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും അതേപോലെ ജോൺ ഡിക്കിൻസ്. ഒന്ന് ഓർത്തിരിക്കുക. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇത് ചോദിച്ചിട്ടില്ല. ഓക്കെ. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ ആദ്യം തയ്യാറാക്കി 775 ജൂലൈ 8 അവതരിപ്പിച്ചു. അതാരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും ജോൺ ഡിക്കിൻസുമാണ്. പിന്നെ അതിനുശേഷമാണ് യുദ്ധം 781 യുദ്ധം വരികയും അതിനുശേഷം അതിന് തൊട്ടു മുമ്പായിട്ട് സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൊണ്ടുവന്നു. 776 ജൂലൈ 4 ദിലീപിന്റെ സിനിമ ആലോചിച്ചത്, സ്വാതന്ത്ര്യ ദിനോത്സവം, അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപന പ്രമേയം. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് തയ്യാറാക്കിയത്. അതിൽ സഹായിച്ചത് ആരാണ്? ജോൺ ആഡംസ് ആണ്. ചോദിച്ചാൽ ഇവരുടെ എഴുതാവൂ, അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ജോൺ ആഡംസും കൂടെ കിടക്കണമെങ്കിൽ കുത്തിക്കയറ്റിക്കണം. ഇനി പാരീസ് ഉടമ്പടി. അപ്പൊ ഇവരെ ഈ ഇംഗ്ലണ്ടും USA തമ്മിലുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സമാധാന ഉടമ്പടി കൊണ്ടുവന്നു. അതാണ് പാരീസ് ഉടമ്പടി. ഇതിൽ രണ്ടുപേരും ഒപ്പിട്ടപ്പോൾ പ്രശ്നങ്ങൾ തീർന്നു, അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യം കിട്ടിയ കാരണമായ ഉടമ്പടി ചോദിച്ചാൽ പാരീസ് ഉടമ്പടി 1783. ഇത്രയാകുമ്പോൾ സംഭവം തീർന്നു. അതിനുശേഷം 789 അമേരിക്കയ്ക്ക് ഭരണഘടന വരുന്നു, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു. അത് തയ്യാറാക്കിയതാണ് ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ 1789 ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭരണഘടനയാണത്. ഓക്കെ. അമേരിക്കൻ രാജ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോർജ് വാഷിങ്ടൺ ആണ്. ഓക്കെ. ഇനി ലാസ്റ്റ് വളരെ കുറച്ചായിട്ടുള്ള പോയിന്റുകൾ. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നമ്മൾ പഠിച്ചു. അമേരിക്കയിലെ വിപ്ലവം പഠിച്ചപ്പോൾ തന്നെ പഠിച്ചു. അമേരിക്കൻ വിപ്ലവം ഏറ്റവും കൂടുതൽ പ്രചോദനം കൊണ്ടത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ നിന്നാണ്. അതായത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ വിപ്ലവത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ UPSC പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. രണ്ടാമത്തെ വിപ്ലവം സിലബസ് ബേസ് ആയിട്ടുള്ള രണ്ടാമത്തെ ടോപ്പിക്കാണ്. റിപ്പബ്ലിക്കൻ ഭരണരീതിയും ഫെഡറൽ രാഷ്ട്രവും ഇതിന് രണ്ട് ആശയങ്ങളായിരുന്നു. അമേരിക്കൻ വിപ്ലവങ്ങൾ ലോകത്തിന് തുറന്നു കാട്ടിയ രണ്ട് ആശയങ്ങളാണ്. ഒന്ന് റിപ്പബ്ലിക്കൻ ഭരണരീതി, മറ്റൊന്ന് ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ. ഇനി അമേരിക്കയിലുണ്ടായ ആഭ്യന്തര കലാപം, ഡൊമസ്റ്റിക് വാറിനെ കുറിച്ചാണ്. അമേരിക്കയിൽ ആഭ്യന്തര കലാപം 1861 തൊട്ട് 65 വരെ ഇടയിലായിട്ട് നടന്നു. ആ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ ആയിരുന്നു. ദി ഗ്രേറ്റ് ഇമാൻസിപ്പേറ്റർ എന്നറിയപ്പെടുന്ന എബ്രഹാം ലിങ്കൻ. ജോൺ വിൽക്കിൻസ് ബൂത്ത് ആണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അദ്ദേഹം ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് മരണപ്പെട്ട. ആ സിനിമയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മുമ്പ് PSC ചോദിച്ചാൽ മറന്നുപോയി. അവർ അമേരിക്കൻ കസിൻ. അതൊക്കെ ഇനി ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പണ്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അവർ അമേരിക്കൻ കസിൻ എന്ന് പറയുന്ന പടം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് മരണപ്പെട്ടത്. അപ്പൊ ഈ സമയത്ത് അമേരിക്ക രണ്ടായിട്ട് വിഭജിച്ചു. തെക്കെന്നും വടക്കെന്നും പറഞ്ഞ് രണ്ടായിട്ട് വിഭജിച്ചു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക. തെക്ക് ഭാഗത്തുള്ളവർക്ക് അടിമത്തമണ്ണെന്നും
വടക്ക് ഭാഗത്തുള്ളവരെല്ലാം സ്വതന്ത്ര മണ്ണ് എന്ന് പറഞ്ഞ 2 ചേരികളായിട്ട് അമേരിക്ക തിരികെയുണ്ടായി. അതാണ് ആ സമയത്ത് ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ച് പറയാനുള്ളത്. തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും രണ്ടാണ് ഇപ്പോഴും. ഓക്കെ, ഈ അമേരിക്കയിൽ അടിമത്വമൊക്കെ നിർത്തലാക്കിയത് എബ്രഹാം ലിങ്കനാണ് എന്നൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് അമേരിക്കയെ കുറിച്ച് മെയിനായിട്ട്. ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. എക്സ്ട്രാ പോയിന്റ്സ് ഒരുപാടുണ്ട്, അത്രയൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ വരുന്ന കീ പോയിന്റുകൾ ഇതൊക്കെ ആയിരിക്കുകയാണ്. അമേരിക്കൻ റിപ്പബ്ലിക്കൻ ഭരണരീതി, ഫെഡറൽ രാഷ്ട്രം, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതൊന്ന് അവലോകനം ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാകുമ്പോഴത്തേക്കും അടുത്ത വിപ്ലവം തീർക്കാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള എന്താണ് ഫ്രഞ്ച് വിപ്ലവം. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഇതേപോലെ പഠിക്കാം.